നമഃശിവായ. ജഗത് ജനനി മാതാ അമൃതാനന്ദമയി. സുധാമണിയുടെ യാതനയുടെയും സാധനയുടെയും തിരക്കു പിടിച്ച ദിവസങ്ങൾ ഒന്നൊന്നായി പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. സുധാമണി 13-ാം വയസ്സിലേക്ക് കടന്നു. വയസ്സിനോടൊപ്പം ഉത്തരവാദിത്വങ്ങളും വർദ്ധിച്ചു വന്നു. പല ബന്ധുജനങ്ങളും വീട്ടുജോലിക്ക് സഹായിക്കാൻ സുധാമണിയെ ഒന്ന് വിട്ടുതരണമെന്ന് ഇടമണ്ണയിൽ വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ നിവൃത്തിയില്ലാതെ മാതാപിതാക്കൾക്ക് സുധാമണിയെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് കുറച്ചു കാലത്തേക്ക് വിടേണ്ടി വന്നു. പറയക്കടവിൽ 6 കിലോമീറ്റർ തെക്കായിട്ടാണ് ദമയന്തി അമ്മയുടെ അമ്മ താമസിക്കുന്നത്. കായലിൽ കൂടി ബോട്ടിൽ അമ്മൂമ്മയുടെ വീട്ടിൽ എത്താം. കടൽക്കര വഴി നടന്നു പോകാം. ആദ്യമൊക്കെ സുധാമണി ബോട്ടിൽ പോയിക്കൊണ്ടിരുന്നു. കായലിൽ കൂടി ബോട്ടിൽ പോകുമ്പോൾ കുഞ്ഞ് ആകാശത്തിലേക്ക് നോക്കി കൃഷ്ണവർണം കണ്ട് ഭക്തി പരവശയായി പരിസരം മറക്കും. ബോട്ടിലെ എഞ്ചിന്റെ ഒച്ചയും തിരകളിളകുന്ന നാദവുമെല്ലാം ദിവ്യഗീതം പോലെ സുധാമണിയുടെ ഹൃദയത്തെ ഭക്തി നിർഭരമാക്കും. പ്രകൃതിയിലെ ഏത് സ്വരമാണ് പ്രണവജന്യമല്ലാത്തത്? അല്പനേരം ഏകാന്തത കിട്ടിയല്ലോ. ബോട്ടിലിരുന്ന് സ്വസ്ഥമായി നാമം ജപിക്കും. ഇടയ്ക്കിടയ്ക്ക് സ്തുതികൾ മൂളാനും ആരംഭിക്കും. ദൂരം അറിയുകയേ ഇല്ല. പക്ഷേ ബോട്ട് യാത്രയുടെ ഈ സുഖം അധികം അനുഭവിക്കേണ്ടി വന്നില്ല. ഒരു ദിവസം ബോട്ട് കൂലി ചോദിച്ചപ്പോൾ ദമയന്തി അമ്മ ദേഷ്യപ്പെട്ടു ചോദിച്ചു, "നീ എന്താ കോളേജ് കുമാരിയാണോടി? വേണമെങ്കിൽ നടന്നങ്ങോട്ട് പോ." മൂത്ത മകൾ കസ്തൂരി കോളേജിൽ പോയി തുടങ്ങിയ സമയമാണ്. അതിൻ്റെ ഗമയാണ്. വെളുത്ത സുന്ദരിയായ കോളേജ് കുമാരിക്കാണെങ്കിൽ ദമയന്തി അമ്മ കാശ് കൊടുക്കും. അട്ടക്കറമ്പി, വേലക്കാരിക്കെന്താ നടന്നു പോകരുതോ? സുധാമണിക്ക് അമ്മയോട് അപ്രിയമൊന്നും തോന്നിയില്ല. മറിച്ച് മനസ്സിൽ ആനന്ദിക്കുകയാണ് ചെയ്തത്. കടൽ തീരം വഴി 6 കിലോമീറ്റർ നടന്നാലേ അമ്മുമ്മയുടെ വീടെത്തും. അത്രയും ദൂരം ഏകാകിനിയായി നാമം പാടി നടക്കാമല്ലോ. മടക്കയാത്രയും അത്ര തന്നെയുണ്ട്. ഇതിനേക്കാൾ നല്ല ഉല്ലാസയാത്ര ഏതുണ്ട്? മഹാഭാഗ്യമെന്ന് കരുതി സുധാമണി നടന്നു പോകാൻ ആരംഭിച്ചു. കടൽ തീരത്ത് തിരകളെ മുട്ടി മുട്ടി ഉറക്കെ കീർത്തനകളും പാടി കുട്ടി നടക്കും. പക്ഷെ നടപ്പിന് വേഗത കിട്ടുകയില്ല. മനസ്സ് അനന്ത നീലാകാശ പരപ്പിലും അഗാധ നീലിമയാർന്ന സമുദ്രത്തിലും പാറി നടന്ന് ഉന്മാദാവസ്ഥയിലാകും. ഹൃദയം ഇളകിമറിയും. കണ്ണനെ വിളിച്ചു വലിയ വായിൽ കരയും. വീട്ടിൽ വെച്ച് ഉള്ളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന വികാരങ്ങൾ അണപൊട്ടും. ഒഴുകിയെത്തുന്ന കുളിർത്തെന്നലിൻ്റെ സ്പർശം കണ്ണൻ്റെ കാരുണ്യ സ്പർശമായി തോന്നും. അതോടെ ബാഹ്യബോധം വിട്ട സുധാമണി പുഴയിൽ കുഴഞ്ഞു വീഴും. അതേ ബാഹ്യബോധം വിട്ട സുധാമണി പൂഴിയിൽ കുഴഞ്ഞു വീഴും. മൂർച്ചയിൽ നിന്നുണരുമ്പോൾ പൊട്ടിക്കരയും. "കണ്ണ, എൻ്റെ കണ്ണ, ഓടിവാ കണ്ണ. നീ എന്നെ ഇവിടെ വിട്ടെവിടെ പോയി? നീ എന്നെ ഏത് അജ്ഞാത തീരങ്ങളിൽ തള്ളിവിട്ടു? ഞാൻ എവിടെ എത്തിപ്പെട്ടിരിക്കുന്നു? ഈ സംസാര സാഗരത്തിലകൾ എന്നെ വിഴുങ്ങും മുമ്പേ ഓടിവാ കണ്ണ. ഈ ഏഴയെ ഭോഗങ്ങളുടെ പൂഴിയിൽ നിന്ന് പിടിച്ചുയർത്തു കണ്ണ. അങ്ങ് ആർത്തത്രാണപരായണനല്ലേ? എൻ്റെ ഹൃദയവേദന നീ അറിയുന്നില്ലേ ദേവ? എന്നെ ഇങ്ങനെ ഇട്ടു വലയ്ക്കാൻ ഞാൻ എന്ത് അപരാധമാണവോ നിന്നോട് ചെയ്തത്? നിനക്ക് സംസാര നാടകമാടി രസിക്കാൻ ഈ ഉള്ളവളുടെ ഹൃദയരക്തം തന്നെ ഒഴുകണമെന്നുണ്ടോ?" കരഞ്ഞ് കരഞ്ഞ് കുഞ്ഞ് എഴുന്നേറ്റ് നടക്കണം. ആ വിശിഷ്ട ബാലികയുടെ ഭക്തി ഉന്മാദത്തിനും പ്രേമമൂർച്ചയ്ക്കും സാക്ഷിയായ ഹൃദയ സമുദ്രം അവളുടെ പുണ്യപാദങ്ങളെ തിരകളാൽ സ്പർശിച്ച് സാഫല്യമടഞ്ഞു. ഇങ്ങനെ ഭക്തിയിൽ എല്ലാം മറന്ന് ആനന്ദത്തിൽ ആറാടി അമ്മൂമ്മയുടെ വീട്ടിലെത്തിയാൽ വീണ്ടും പരുക്കൻ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായി. അവിടെയും ജോലികൾ ഒട്ടും കുറവല്ല. ശ്വാസം വിടാതെ ചെയ്യാനുള്ള പണികളുണ്ട്. ഇടയ്ക്കിടെ നെല്ലു കുത്തിക്കാൻ വിടും. കുറെ അകലെ പോകണം. വഴിയിലെല്ലാം നാമസങ്കീർത്തനം തന്നെ. മറ്റാരുടെയും ശല്യമില്ല. ദരിദ്രരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തു കൂടിയാണ് പോകേണ്ടത്. അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ മനസ്സലിയും.
തീരെ ഗതിമുട്ടിയവർക്ക് കുഞ്ഞ് അരിവാരി കൊടുക്കും. വീട്ടിൽ വരുമ്പോൾ അരി കുറവ്, അമ്മുമ്മ കോപിക്കും. പെണ്ണ് അരി കട്ടുവിറ്റ് വല്ലതും വാങ്ങിത്തിന്ന് കാണണം എന്ന് സംശയമാണ്. അമ്മുമ്മ ശകാരിക്കും. ചിലപ്പോൾ തല്ല് കിട്ടിയെന്നും വരും. എത്ര ചോദിച്ചാലും അരി ആർക്കാണ് കൊടുത്തതെന്ന് പറയുകയില്ല. പറഞ്ഞാൽ അമ്മുമ്മ അവരോട് വഴക്കിന് ചെല്ലും. നെല്ലിന് കാക്കയടിക്കാൻ പോകും. വീട്ടിൽ നിന്ന് ഒത്തിരി അകലെയാണ് തറ. അവിടെ നെല്ല് പാകും. കാക്കയും കോഴിയും തിന്നാതെ കാവലിരിക്കണം. സുധാമണിയെ വിടും. നല്ല ഭാഗ്യം. കുഞ്ഞ് അവിടെ ഇരുന്ന് നാമം ചെല്ലും. പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും. കൃഷ്ണനെ വിളിച്ച് കരയും. ഓരോ ശ്വാസത്തിലും ഓരോ കാൽവെപ്പിലും കൃഷ്ണസ്മരണ നിറഞ്ഞു നിൽക്കും. നാമത്തിൻ്റെ രുചി അറിഞ്ഞവരാരെങ്കിലും ഭോഗത്തിൻ്റെ തരി പെറുക്കുമോ? ധ്യാനത്തിൻ്റെ ഗുണമറിഞ്ഞവരാരെങ്കിലും വിഷയത്തിൻ്റെ പിണം തിന്നുമോ? പ്രേമഭക്തിക്കുമേലെ ഒരു ആനന്ദം എവിടെയുണ്ട്? ഹരി ഓം നമഃ ശിവായ.